ശൈവ വിശ്വാസപ്രകാരം പ്രപഞ്ച സൃഷ്ടിയും പരിപാലനവും നടത്തുന്നത് ശിവശക്തിമാരാണ്. ശിവം എന്നാൽ മംഗളകരം എന്നാണ് അർത്ഥം. ഓം നമ ശിവായ എന്ന പ്രസിദ്ധമായ പഞ്ചാക്ഷരി മന്ത്രം ശിവാരാധനയ്ക്കുള്ളതാണ്. എന്നാൽ പരാശക്തിയെ കുറിക്കുന്ന ക്ലീം എന്ന ശബ്ദവും കൂടി ചേർന്ന് ഓം ഹ്രീം നമ ശിവായ എന്നും ജപിക്കാറുണ്ട്. അതിനാൽ ഇതിന് ശക്തി പഞ്ചാക്ഷരി മന്ത്രം എന്നറിയപ്പെടുന്നു. പുരാണങ്ങൾ പ്രകാരം ശിവൻ ശരീരത്തിന് ജീവനും പാർവതി ബലവുമായി കണക്കാക്കപ്പെടുന്നു. ശിവസാന്നിധ്യമില്ലാത്ത ശരീരം ശവസമാനമായി കണക്കാക്കപ്പെടുന്നു. അപകടങ്ങൾ, അകാല മരണങ്ങൾ, മഹാരോഗങ്ങൾ ഒഴിവാക്കാനും ദീർഘായുസ്സ് ലഭിക്കാനും നിത്യവും മൃത്യുഞ്ജയനായ ശ്രീകൃഷ്ണൻ ലഭിക്കുന്നു എന്നാണ് ശൈവ ഹൈന്ദവ വിശ്വാസം. പാർവതി അല്ലെങ്കിൽ പരാശക്തിയെ ആരാധിക്കുന്നതിലൂടെ ഐശ്വര്യവും സമ്പത്തും സർവ്വമംഗളങ്ങളും ലഭിക്കുമെന്നാണ് സങ്കല്പം. നിത്യവും ശിവാരാധന ചെയ്യുന്ന മരണാനന്തരം ശിവഗിരിയിൽ കൈലാസത്തിൽ ശിവനെ ലയിച്ച് മോക്ഷം പ്രാപിക്കുന്നുവെന്നാണ് വിശ്വാസം. ഇന്ത്യയിൽ മിക്കവാറും എല്ലായിടത്തും ചെറുതും വലുതുമായ ശിവക്ഷേത്രങ്ങൾ കാണാം. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രം വാരണാസി അഥവാ കാശി വിശ്വനാഥ ക്ഷേത്രമാണെന്ന് പറയാം. കേരളത്തിൽ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം, കൊടുങ്ങല്ലൂർ കിഴുവഞ്ചിക്കുളം ക്ഷേത്രം, ശ്രീ മഹാക്ഷേത്രം, മേത്തല കണ്ടംകുളം ശ്രീ മഹാക്ഷേത്രം, ഐക്യം മഹാക്ഷേത്രം, കൊട്ടിയൂർ ശിവക്ഷേത്രം, എറണാകുളം ശിവക്ഷേത്രം, ഏറ്റുമാനൂർ ശിവക്ഷേത്രം, കോഴിക്കോട് കണ്ണി മഹാക്ഷേത്രം തുടങ്ങിയ അതിപ്രസിദ്ധമായ ശൈവ ആരാധന കേന്ദ്രങ്ങളാണ്. കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രം, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം, അങ്ങാടിക്കുളം തിരുവണ്ണാമലൈ ഭഗവതി ക്ഷേത്രം തുടങ്ങിയിടങ്ങളിൽ തുല്യ പ്രാധാന്യത്തോടെ ശിവാരാധനക്കാണ്. ശിവപാർവതിമാർക്ക് സന്തോഷത്തോടെ ഇരിക്കുന്നു. പ്രദോഷകാലമായ വൈകുന്നേരം 5:45 മുതൽ ഹൈന്ദവ വിശ്വാസികൾ വീടുകളിൽ സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കുന്ന ചടങ്ങുകൾ കാണാം. നിലവിളക്കാകട്ടെ ശിവശക്തിമാരുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു.